നമ്മളിൽ പലരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾക്ക് നടുവിലായിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയോ ആരുമായും ഒരു ആത്മബന്ധമില്ലെന്നോ തോന്നിയേക്കാം. ഇതാണ് ഏകാന്തത. ഇത് മനുഷ്യസഹജമായ ഒരു വികാരമാണ്. എന്നാൽ ഈ ഏകാന്തത നീണ്ടു നിൽക്കുകയും നമ്മുടെ ജീവിതത്തെയും സന്തോഷത്തെയും ബാധിക്കുകയും ചെയ്യുമ്പോൾ അതിനെ മറികടക്കാനുള്ള വഴികൾ നമ്മൾ തേടേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഏകാന്തതയെന്നും അതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നും നമുക്ക് സംസാരിക്കാം. എന്താണ് ഏകാന്തത? അത് വെറുതെ തനിച്ചിരിക്കുന്ന ഒരവസ്ഥയല്ല. പലപ്പോഴും നമ്മൾ തനിയെ ഇരിക്കുന്നത് ആസ്വദിക്കാറുണ്ട്. അതിനെ സോളിറ്റ്യൂഡ് എന്ന് പറയാം. ഇത് മാനസികാരോഗ്യത്തിന് നല്ലതുമാണ്. ഇത് ഒരു വ്യക്തിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ സമയം സ്വയം പഠിക്കാനും കാര്യങ്ങൾ ചിന്തിക്കാനും വിശ്രമിക്കാനും സർഗാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും ഉപയോഗിക്കാം. അതോടൊപ്പം തിരക്കിട്ട ജീവിതത്തിൽ നിന്നുള്ള ഒരു ഇടവേള ഏകാന്തത നൽകുന്നുണ്ട്. ഇത് പിരിമുറുക്കം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കും. എന്നാൽ ഏകാന്തത എന്നത് വ്യത്യസ്തമാണ്. നമുക്ക് വേണ്ടത്ര സാമൂഹിക ബന്ധങ്ങൾ ഇല്ലാത്തപ്പോഴോ ഉള്ള ബന്ധങ്ങൾ ആഴത്തിലുള്ളതല്ലാത്തപ്പോഴോ മറ്റുള്ളവരിൽ നിന്ന് മാനസികമായി അകലം തോന്നുമ്പോഴാണ് ഏകാന്തത അനുഭവപ്പെടുന്നത്. ഇതൊരു വ്യക്തിയുടെ ആഗ്രഹത്തിനും അയാൾക്കുള്ള ബന്ധങ്ങളുടെ എണ്ണത്തിനും ഗുണമേന്മയ്ക്കും ഇടയിലുള്ള ഒരു പൊരുത്തക്കേടിൽ നിന്നുണ്ടാകുന്ന ഒരു നെഗറ്റീവ് വികാരമാണ്. ഒറ്റയ്ക്കിരിക്കുന്നതും ഒറ്റപ്പെട്ടു പോയതായി തോന്നുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ധാരാളം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ടായിരിക്കാം. എന്നാലും അവർക്ക് ഒറ്റപ്പെട്ടതായി തോന്നാം. കാരണം അവർ ആഗ്രഹിക്കുന്ന ആഴത്തിലുള്ള ബന്ധങ്ങളോ മനസ്സിലാക്കുന്നവരോ പിന്തുണയ്ക്കുന്നവരോ ഇല്ലായിരിക്കാം. അതുപോലെ ചില ആളുകൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്കതിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞെന്നും വരാം. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒറ്റപ്പെടലല്ല. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ, ജോലി മാറുമ്പോൾ, പഠനം പൂർത്തിയാകുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട് സംഭവിക്കുമ്പോൾ, വിവാഹമോചനം തേടുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തുമ്പോഴൊക്കെ ഏകാന്തത അനുഭവപ്പെടാം. ചിലപ്പോൾ സാമൂഹികമായ സോഷ്യൽ ആങ്സൈറ്റി, മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള മടി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടേതിനെ താരതമ്യം ചെയ്യുന്നത് പോലും ഏകാന്തതയ്ക്ക് കാരണമായേക്കാം. ഈ ഏകാന്തതാബോധം നമ്മുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കും. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ അവസ്ഥകളിലേക്ക് ഇത് നയിച്ചേക്കാം. അതുപോലെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉറക്കക്കുറവിനും ഇത് കാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഏകാന്തതയെ ഗൗരവമായി കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഏകാന്തതയെ നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും? അതിനുള്ള ചില വഴികൾ നമുക്ക് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വികാരത്തെ അംഗീകരിക്കുക എന്നതാണ്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്നോ ഇതൊരു മോശം കാര്യമാണ് എന്നോ ചിന്തിച്ച് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഇതൊരു സാധാരണ മാനുഷിക വികാരമാണെന്ന് മനസ്സിലാക്കുക. പ്രശ്നം തിരിച്ചറിയുന്നിടത്താണ് പരിഹാരത്തിലേക്കുള്ള ആദ്യ നടപടി. രണ്ടാമത്തേതായി, നിലവിലുള്ള നിങ്ങളുടെ ബന്ധങ്ങളെ വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുക. കുറച്ചു കാലമായി സംസാരിക്കാത്ത സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, പഴയ സഹപ്രവർത്തകർ എന്നിവരെയൊന്ന് ഓർത്തു നോക്കൂ. അവരിൽ ആർക്കെങ്കിലും ഒരു ഫോൺ വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നേരിൽ കാണാൻ അവസരമുണ്ടാക്കാം. മറ്റുള്ളവർ നിങ്ങളെ ബന്ധപ്പെടുന്നതും കാത്തിരിക്കാതെ മുൻകൈയെടുക്കാൻ ശ്രമിക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കും. ഒരു ചെറിയ സംഭാഷണം പോലും ചിലപ്പോൾ വലിയ ആശ്വാസം നൽകിയേക്കാം. ഏകാന്തതയെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തുക എന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ ചേരുക. അതൊരു പുസ്തക ക്ലബ്ബാകാം, സ്പോർട്സ് ടീമാകാം, പാചക ക്ലാസ് ആകാം, ഫോട്ടോഗ്രാഫി ക്ലബ്ബാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെ ഭാഗമാകാം. നമ്മുടെ നാട്ടിൽ ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പല കൂട്ടായ്മകളും ഉണ്ടാവാറുണ്ട്. ഒരേ താല്പര്യങ്ങളുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ സ്വാഭാവികമായി ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ എളുപ്പമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് ലക്ഷ്യബോധവും സംതൃപ്തിയും നൽകും. അതോടൊപ്പം പുതിയ ആളുകളെ കണ്ടുമുട്ടാനും ഇത് സഹായിക്കും. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പൊതുപരിപാടികൾ, ഉത്സവങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, ആരാധനാലയങ്ങളിലെ കൂട്ടായ്മകൾ എന്നിവയിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കുക. ഒരുപാട് പരിചയക്കാർ ഉള്ളതുകൊണ്ട് മാത്രം ഏകാന്തത മാറണമെന്നില്ല. നമുക്ക് വേണ്ടത് കുറച്ചെങ്കിലും ആഴത്തിലുള്ള, പരസ്പരം മനസ്സിലാക്കുന്ന, തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ബന്ധങ്ങളാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ബന്ധങ്ങൾക്ക് ആഴം നൽകാൻ ശ്രമിക്കുക.
മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. അവരിൽ ആത്മാർത്ഥമായ താല്പര്യം കാണിക്കുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പങ്കുവയ്ക്കാൻ തയ്യാറാകുക. ഏകാന്തത അനുഭവപ്പെടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തണം. അത് പുസ്തകങ്ങൾ വായിക്കുന്നതോ, സിനിമ കാണുന്നതോ, സംഗീതം കേൾക്കുന്നതോ, ചിത്രം വരയ്ക്കുന്നതോ, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നതോ ആകാം. നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക. ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കും. ഏകാന്തതയെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായി മാറ്റാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ ആളുകളുമായി ബന്ധം നിലനിർത്താൻ സഹായിക്കുമെങ്കിലും അമിതമായ ഉപയോഗം ചിലപ്പോൾ വിപരീത ഫലം ചെയ്തേക്കാം. മറ്റുള്ളവരുടെ എപ്പോഴും സന്തോഷം നിറഞ്ഞതെന്ന് തോന്നുന്ന ജീവിതം കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഒറ്റപ്പെട്ടതായി തോന്നിയേക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് ഒരു സമയം നിശ്ചയിക്കുക. വെർച്വൽ ലോകത്തേക്കാൾ യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു വളർത്തുമൃഗത്തെ സ്വന്തമാക്കുന്നത് ഏകാന്തത കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. നായയോ പൂച്ചയോ മറ്റ് ഓമന മൃഗങ്ങളോ ആകാം. അവ നൽകുന്ന സ്നേഹവും കൂട്ടും വലിയ ആശ്വാസമായേക്കാം. എന്നാൽ ഇതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഓർക്കണം. ചില സമയങ്ങളിൽ നമ്മൾ സ്ഥിരമായി ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറ്റം ആഗ്രഹിക്കും. വീട്ടിൽ തന്നെ അടച്ചിരിക്കാതെ ഇടയ്ക്ക് പുറത്തിറങ്ങുക. ഒരു പാർക്കിലോ ലൈബ്രറിയിലോ ഒരു കോഫി ഷോപ്പിലോ പോയി അല്പസമയം ഇരിക്കുന്നത് പോലും നമ്മളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താൻ സഹായിക്കും. അവിടെയുള്ള മറ്റാളുകളുമായി സംസാരിച്ചില്ലെങ്കിൽ പോലും ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നത് ഒറ്റയ്ക്കാണെന്ന തോന്നൽ കുറിച്ചേക്കാം. ഓർക്കുക, ഏകാന്തതയെ മറികടക്കുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. പുതിയ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും പഴയവയെ ഊട്ടിയുറപ്പിക്കാനും സമയവും ക്ഷമയും ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടായേക്കാം. ആളുകൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതികരിച്ചില്ലെന്ന് വരാം. നിരാശപ്പെടാതെ വീണ്ടും ശ്രമിക്കുക. ഓരോ ചെറിയ ചുവടുവെപ്പും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത വളരെ തീവ്രവും അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയും വിഷാദത്തിൻ്റെയോ കടുത്ത ഉത്കണ്ഠയുടെയോ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. സംസാരിക്കാൻ ഒരാളുണ്ടാകുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കുന്നത് ഈ അവസ്ഥയെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. ഓർക്കുക, സഹായം തേടുന്നത് ഒരു കുറവല്ല, മറിച്ചത് ധൈര്യത്തിൻ്റെ ലക്ഷണമാണ്. ഏകാന്തത എന്നത് നമുക്ക് മറികടക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. ബന്ധങ്ങൾക്കായി മുൻകൈ എടുക്കുക. പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തുക. സ്വയം സ്നേഹിക്കുക. ആവശ്യമെങ്കിൽ സഹായം തേടുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ തോന്നുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുമായി ഒരു ബന്ധം ആഗ്രഹിക്കുന്നവരുണ്ടാകാം. തുറന്ന മനസ്സോടെ ഒരു ചുവട് വയ്ക്കാൻ തയ്യാറാകുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് കരുതുന്നു. ഏകാന്തതയെ മറികടക്കാൻ നിങ്ങൾ കണ്ടെത്തിയ വഴികൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.